ഹലോ പീപ്പിൾ, ദീപൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2023 മെയ് 31 ലീ സാങ് യങ് സംവിധാനം ചെയ്ത് തിയേറ്റർ വഴി പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ചിത്രമാണ് ഡോങ്ലിയാണ് നായകനായ ദി റൗണ്ട് അപ്പ് നോ വേ ഔട്ട് എന്ന് പറയുന്ന ചിത്രം. ദി റൗണ്ട് അപ്പ് എന്ന് പറയുന്ന സിനിമയുടെ ഒരു തുടർഭാഗ കഥയുമായിട്ടാണ് ഈ സിനിമ വരുന്നത്. 7 വർഷത്തിന് ശേഷം വിയറ്റ്നാമിലെ ആ ഡെഡ്ലിയസ്റ്റ് കോപ്പ് വീണ്ടും തിരിച്ചു വരികയാണ്. പുതിയ ഇൻവെസ്റ്റിഗേഷനുമായി പുതിയ ഡ്രഗ് മാഫിയകളെ പിടിക്കാൻ വേണ്ടിയാണ് സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത്. അത്യാവശ്യം വയലൻസ് ഉള്ളൊരു സിനിമയും കൂടെയാണ്. സിനിമ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആമസോൺ പ്രൈം വീഡിയോ വഴി ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റോറി ലൈൻ മാത്രമല്ല, ഈ ഡോങ്ലി എന്ന് വെച്ചാൽ മാഡോ സേവക്ക് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അഭിനയവും ആ ഒരു നടപ്പും ഗാംഭീര്യമായിട്ടുള്ള ലുക്കും, എന്തായാലും അദ്ദേഹത്തിൻ്റെ ഓരോ പഞ്ചെന്ന് പറയുന്നത് വേറെ വേൾഡ് വൈഡ് വൈറലാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ട്രെയിൻ ടു ബുസൻ എന്ന സിനിമയിലാണ് ഇദ്ദേഹത്തിനെ ഞാൻ കണ്ടു തുടങ്ങിയത്. അവിടം തൊട്ട് ഇവിടം വരെയുള്ള എല്ലാ സിനിമകളും ഞാൻ മുടങ്ങാതെ കണ്ടിട്ടുണ്ട്. ഔട്ട്ലാസ്, ട്രെയിൻ ടു ബുസൻ, പിന്നെ ഇതാ റൗണ്ട് അപ്പ് സീരീസ്. അപ്പം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പഞ്ച് സീക്വൻസാണ്. എന്ന് വെച്ചാൽ അടിച്ച തെറിച്ച് പോകുന്ന അടികളൊന്നുമില്ല, ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് സീക്വൻസാണ്. ഓരോ ഇടിയുടെ പവർ ആ ക്യാമറ ഒപ്പിയെടുക്കുന്നത് വേറെ ലെവലാണ്. അദ്ദേഹത്തിന് നല്ല ബോക്സിങ്ങിൻ്റെ എല്ലാ സ്റ്റൈലും അദ്ദേഹം കിട്ടിലോയിട്ട് കാണിച്ചു തരുന്നുണ്ട് ഈ സിനിമയിലൂടെ. റൗണ്ട് അപ്പ് നോ വേ ഔട്ട് എന്നുള്ള ചിത്രം അതുമാത്രമല്ല, ഇതിലെ വില്ലന്മാരും എല്ലാം ഹൈലൈറ്റ് ചെയ്യുന്നത് നായകനൊത്തുള്ളൊരു വില്ലനുമായിരിക്കും എല്ലാ സിനിമയിലും. ഈ ലീ സാങ് യങ്ങിൻ്റെ റൗണ്ട് അപ്പ് സീരീസിൽ ഇതുവരെ 2 വരെ കണ്ടതിൽ നായകനൊത്തും വില്ലൻ കട്ടക്കെട്ടയ്ക്ക് നിൽക്കുന്ന ഒരു സീനുകളെല്ലാം ഉണ്ട്. അവിടെ നായകന് മാത്രമല്ല റോളുള്ളത്, വില്ലനും അതേപോലെ ഒരു റോള് കീപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നല്ല കണ്ടിരിക്കാൻ പറ്റിയ ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു കിടിലം പഞ്ച് ആക്ഷൻ സീക്വൻസ് ഉള്ള ഒരു സിനിമ കൂടെയാണ് ദി റൗണ്ട് അപ്പ് നോ വേ ഔട്ട് എന്നുള്ള ചിത്രം. ഇതിൻ്റെ ഒരു സീക്വലും കൂടെ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ദി പണിഷ്മെൻറ്റ് എന്നൊരു ചിത്രം കണ്ടിട്ടില്ല, ഇവിടെ ലഭ്യമായി തുടങ്ങിയിട്ടില്ല. തിയേറ്ററിലെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. നല്ല അഭിപ്രായങ്ങളാണ് കരസ്ഥമാക്കാൻ പറ്റിയിട്ടുള്ളത്. ഇനി അതും OTT ഇറങ്ങിയിട്ട് ഉടനെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ഈ സിനിമ ഒരു ഗംഭീര സിനിമ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആമസോൺ പ്രൈം വീഡിയോ വഴി കാണാൻ നോക്കുക. കാരണം ഇദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഫാനായിട്ട് മാറിപ്പോവും. ഇന്ത്യ മാത്രമല്ല, കേരളത്തിൽ നല്ല ലോകമെമ്പാടും ഇദ്ദേഹത്തിന് നല്ല ഫാൻ ബേസ് ഉള്ള ഒരു നടൻ കൂടിയാണ് ഡോങ്ലി എന്ന് പറയുന്നത്. അപ്പം ഇത്രയൊക്കെയുള്ളൂ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്.